السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സമയം ഒരൽപ്പം വൈകിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇതിൻ്റെ സംഘാടകർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയം, ഈ ഒരുമിച്ചിരിക്കൽ നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. ആ തൗഹീദ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മം നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളുമെല്ലാം ധാരാളം കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. നമസ്കാരത്തിൻ്റെ മഹത്വം പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ അവർ സാധാരണ പറയാറുള്ളത്, ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാണ് പഠിപ്പിച്ചത്. സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഏത് ഇബാദത്താകട്ടെ, എല്ലാ ഇബാദത്തുകളും പഠിപ്പിക്കാൻ ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ നമസ്കാരമാകുന്ന ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത് ആകാശലോകത്ത് വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കുന്നത്. നമസ്കാരം നിർബന്ധമാക്കിയത് ആകാശത്ത് വെച്ചായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അത് നമസ്കാരത്തിൻ്റെ മഹത്വമാണ്, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നവർ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അറബിയിൽ നമസ്കാരത്തെ സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത് സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് എന്ന പദം, സ്വലാത്ത് എന്ന പദം സില എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്
ഉണ്ടായിട്ടുള്ളത് എന്ന് ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. സില എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ധമുണ്ടാക്കുന്നത്, അടുപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം നമസ്കാരം എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടാവുമായി, നമ്മുടെ റബ്ബുമായി ബന്ധമുണ്ടാക്കുന്ന, അടുപ്പമുണ്ടാക്കുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത് അഥവാ നമസ്കാരം. വിശ്വാസികളായ ആളുകൾ നമ്മൾ സാധാരണ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്. മൊബൈൽ ചാർജ് കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്. നമസ്കാരം യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കുള്ളൊരു ചാർജിങ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. 5 ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു ചാർജാണ്. സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട്, പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി എണ്ണയടിക്കുമ്പോൾ ആ എണ്ണയടിക്കുന്നത് കുറച്ച് സമയമാണ്. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3-4 മിനിറ്റ് കൊണ്ട് 1000-ഓ 2000-ഓ കൊടുത്താൽ നമ്മുടെ ഇന്ധനത്തിൻ്റെ ടാങ്ക് അവർ നിറക്കും. ആ എണ്ണയടിച്ചത് മുതൽ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സമയം, കിലോമീറ്ററുകൾ നമ്മൾ ഓടും, നമ്മുടെ വാഹനം ഓടിക്കും. എന്തുകൊണ്ട്? നമ്മുടെ വാഹനത്തിൽ ഓയിൽ നിറച്ചു അല്ലെങ്കിൽ പെട്രോൾ നിറച്ചു, ഡീസൽ നിറച്ചു. അപ്പോൾ ഓടാനുള്ള കരുത്ത് വാഹനത്തിന് ലഭിക്കുകയാണ്. ഇതേപോലെയാണ് നമസ്കാരം. നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾ ആ നമസ്കാരം നിർവഹിച്ച് കഴിയുന്നത് മുതൽ അവൻ്റെ ജീവിതത്തിനൊരു പുതിയ ഊർജം, അതേപോലെ തന്നെ ഒരു ആവേശം ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നമസ്കാരം അതേപോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന്, ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണമായി തഫ്സീറുകളിലും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും നമസ്കരിക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. അവർ നിസ്കരിക്കുന്നത് കാണാം. അലി റളിയല്ലാഹു കുട്ടിയാണ്. ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് തൻ്റെ കുടുംബമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ് അദ്ദേഹം. നബിയും ഭാര്യയും നമസ്കരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു കാണുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ഈ സമ്പ്രദായം എന്താണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ആരംഭം ഒരു നമസ്കാരത്തിലൂടെയായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനുമായി ചേർത്ത് പറഞ്ഞൊരു ഇബാദത്താണ്. നമ്മുടെ ഈമാനുമായി അല്ലെങ്കിൽ ഈമാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞൊരു ഇബാദത്താണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഖിബില മാറ്റത്തിൻ്റെ വളരെ വിശാലമായ ഒരു ചരിത്രമുണ്ട്. ഖിബില മാറ്റം, ആ ഖിബില മാറ്റത്തിൻ്റെ സമയത്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന ആളുകൾ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന മുസ്ലിങ്ങൾ ബൈത്തുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ചതൊക്കെ ബാത്തിലായി. നിങ്ങൾ ഇത്രയും കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്, ഇനി മുതൽ നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ നമസ്കാരമൊക്കെ ബാത്തിലായി എന്ന് പറഞ്ഞു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞത്, വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനക്കും, വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനക്കും. അവിടെ ലിയുദീഅ ഈമാനക്കും എന്ന് പറഞ്ഞാൽ ആ ഈമാൻ എന്തായിട്ടില്ല, നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ യുദീഅ ഈമാനക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഈമാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ്. അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങളുടെ നമസ്കാരം വെറുതെ ആയിട്ടില്ല, നിങ്ങളുടെ നമസ്കാരത്തിന് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരമാകുന്ന ഇബാദത്തിനെ പറയാൻ വേണ്ടി ഉപയോഗിച്ച പ്രയോഗം എന്താ? ഈമാൻ എന്നാണ്. വേറെ ഒരു ഇബാദത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പ്രയോഗം നടത്തിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും ഓതിയ വചനമാണ് ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയുന്ന ആയത്ത്. എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. നമ്മളത് ഓതുമ്പോൾ എന്താ നമ്മൾ വായിക്കാറുള്ള അർത്ഥം പറയാറുള്ളത്? അപ്പോൾ നമസ്കാരക്കാർക്കാണ് നാശം. ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം. ശരിയാണ്, ആയത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശമില്ലേ? നോക്കൂ നിങ്ങൾ, നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശമെന്ന് അല്ലാഹു പറയുന്നു. നമസ്കരിക്കുന്ന ആളുകൾക്ക്. അപ്പം നമസ്കരിക്കാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? നമസ്കരിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധയില്ലാതെ അലംഭാവത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ അല്ലാതെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എങ്കിൽ നമസ്കരിക്കാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ആ ആയത്തിൽ നിന്ന് അങ്ങനെ ഒരു പഠനം കൂടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പിശാച് നികൃഷ്ടനായത്?
എന്തുകൊണ്ടാണ് പിശാച് നിന്ദ്യനായി മാറിയത്? ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാണ്. ഒരൊറ്റ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ പിശാച് ആരായി മാറി? നികൃഷ്ടനായി മാറി. അല്ലേ? വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു കൽപ്പിച്ചു ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ. ഒരൊറ്റ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ പിശാച് നികൃഷ്ടനായി എങ്കിൽ, ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലാത്ത വിധം സ്വർഗം തടയപ്പെട്ടവനായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സുജൂദുകൾ ചെയ്യാതിരിക്കുന്നുണ്ട്? ഒരു ദിവസം നിർബന്ധ നമസ്കാരങ്ങളിലൂടെ ഏകദേശം 30ഓളം സുജൂദ് നമ്മൾ ചെയ്യണം. എത്രയോ മുസ്ലിങ്ങളായ ആളുകൾ ആ 30 സുജൂദ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഒരു ദിവസം ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ പിശാച് നികൃഷ്ടനായി എങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് നൽകിയ വസിയത്ത് എന്താണ്? പ്രവാചകൻ തിരുമേനി മരിക്കാൻ പോകണം. മരണത്തിൻ്റെ തൊട്ടു മുമ്പ് പ്രവാചകന്റെ ചുണ്ടനങ്ങുന്നത് ആയിഷ ഉമ്മ കേട്ടു. ചുണ്ടനങ്ങുന്നത് കണ്ടു. ആയിഷ ഉമ്മ നബിയുടെ ആ ചുണ്ടിന്റെ സമീപത്ത് തൻ്റെ കാതുകൾ കൊണ്ടുവെക്കുന്നുണ്ട്. നബി പറഞ്ഞ വാചകം എന്താ? അസ്വല അസ്വല അസ്വല, നമസ്കാരം നമസ്കാരം. നമസ്കാരത്തെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി കൊണ്ട് വസിയത്ത് നൽകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ അവസാനം എന്താ? അദ്ദേഹത്തിന്റെ മരണമാണ്. അദ്ദേഹം കുത്തേറ്റ് പള്ളിയിൽ കിടക്കാണ്. കുത്തേറ്റ് കിടക്കാണ് അദ്ദേഹം. അവിടെ നമസ്കാരം പൂർത്തിയാക്കി. അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല. ആളുകൾ അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? അദ്ദേഹം വുളു ചെയ്യുകയാണ്. വുളു ചെയ്തുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ലഹമ്മ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ വലിയ ഓഹരിയൊന്നുമില്ല, വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സഹോദരികളെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകളാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ എങ്ങനെയാണ് നമസ്കാരത്തെ കാണുന്നത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കുക. നമ്മളെല്ലാവരും നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തിന്റെ ഹുക്മി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണത്. നിങ്ങൾ നിസ്കരിക്കണം എന്നൊരു കൽപ്പന ഖുർആനിലില്ല. നിസ്കരിക്കണം എന്ന് ഖുർആനിൽ പറയുന്നില്ല. മറിച്ച് നിസ്കാരത്തെ കുറിച്ച് എന്താ പറയുന്നത്? നമസ്കാരം നിലനിർത്തണം എന്നാണ്. നിസ്കാരം നിലനിർത്താൻ വേണ്ടത്, നിസ്കരിക്കലല്ല. മനസ്സിലായോ? നമസ്കാരം ഏതുവരെ നിലനിർത്തണം? മരണം വരുവോളം, മരണം സംഭവിക്കുവോളം നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ആരാധനയാണ് ഇത് നമസ്കാരം. എവിടുന്ന നിസ്കാരം നിർബന്ധാക്കണമെന്നറിയോ? യുദ്ധത്തിന്റെ സമയത്താണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് നമസ്കാരം നിർബന്ധമാക്കുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായി പോരാടാണ്. ആ പോരാട്ടത്തിന്റെ ഇടയിൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കണമെങ്കിൽ ആ നമസ്കാരത്തെ എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. എത്രമാത്രം പ്രാധാന്യത്തോടെ നമസ്കാരത്തെ നമ്മൾ കാണണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരാൾ വന്നു. നബിയോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈമാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ. അയാൾ പറഞ്ഞു, നബിയെ, ഞാനത് ചെയ്യാം, ഞാനത് അനുഷ്ഠിക്കാം. അതല്ലാതെ ഞാൻ വേറെ വല്ലതും ചെയ്യണോ? വേറെ വല്ല നിസ്കാരം ഉണ്ടോ? അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബിയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യൂല നബിയെ, എനിക്കതിന് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ നിന്ന് ഈമാനും ഇസ്ലാമും അംഗീകരിച്ച് നടന്നു പോകുന്ന മനുഷ്യനെ ചൂണ്ടി നബിയുടെ ഒരു ചോദ്യമുണ്ട്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണണോ നിങ്ങൾക്ക്? അവർ പറഞ്ഞു, അതെ. പ്രവാചകന്റെ മുന്നിൽ വെച്ച് നമസ്കാരവും അതേപോലെ തന്നെ നോമ്പും സക്കാത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു പോയ മനുഷ്യനെ ചൂണ്ടി നബി പറഞ്ഞത് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്നാ. അപ്പൊ സ്വർഗം ലഭിക്കണമെങ്കിൽ എന്തു വേണം? നമസ്കാരമാകുന്ന ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള മുസ്ലിമായ ഒരു മനുഷ്യൻ നിർബന്ധമായി കൊണ്ടും അനുഷ്ഠിക്കേണ്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ. 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അനിന്നായിം, ഉറങ്ങുന്നയാൾ, ഹത്താ യസ്തയഖിള, അവൻ ഉണരുന്നത് വരെ.
അതുവരെ അവന് ഇളവുണ്ട്. ഉറങ്ങിപ്പോയാൽ ഉണരുന്നത് വരെ അവന് കുറ്റല്ല. പക്ഷെ ഉണർന്നാൽ ഉടനെ എന്ത് ചെയ്യണം? അവൻ നിസ്കരിക്കണം. അനിൽ മജ്നൂൻ, ഭ്രാന്തനായ മനുഷ്യനാണ്, അവന് ഇളവുണ്ട് നമസ്കാരത്തിൽ. അവന്റെ ആ ഭ്രാന്ത് നീങ്ങുന്നത് വരെ. കുട്ടിയാണ് മൂന്നാമത്തത്. അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ. നോക്കൂ നിങ്ങൾ, ഈ മൂന്നാളുകൾ ഒഴികെ, ഹദീത്തിൽ പറയപ്പെട്ട ഈ മൂന്നാളുകൾ ഒഴികെ ബാക്കി എല്ലാവരും നിസ്കരിക്കണം. യാത്രക്കാരൻ നിസ്കരിക്കണം, യുദ്ധത്തിൽ നിസ്കരിക്കണം, രോഗി നമസ്കരിക്കണം. നോക്കൂ നിങ്ങൾ, എല്ലാവരും നമസ്കാരം നിർവഹിക്കണം. അത്രമാത്രം പ്രാധാന്യം നമസ്കാരത്തിനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിസ്കാരം ഒഴിവാക്കിയാലോ മുസ്ലിം എന്നല്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലഹുദല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫറ. എല്ലാവർക്കും അറിയാവുന്ന ഹദീത്താണ്. അവൻ അവിശ്വാസിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമസ്കാരം, ആ നമസ്കാരത്തെ പ്രയാസമായി കാണുന്ന ആളുകൾ ആരാ? നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ ആരാ? അവർ മുനാഫിക്കുകളാണ്. ഇതെന്റെ വാചകല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഖുർആനിലൂടെ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഖുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 142-ാമത്തെ ആയത്താണ്. എന്നാണ് അള്ളാഹു പറയുന്നത്? തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തിൽ നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. അപ്പൊ നിസ്കാരത്തോട് പ്രയാസമുണ്ടോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മടിയും അലസതയും ഒക്കെ ഉണ്ടോ? നമ്മൾ ആരല്ല? നമ്മൾ വിശ്വാസികളല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? നിഫാക്കിന്റെ അടയാളങ്ങൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിലൂടെ പഠിപ്പിക്കണം. ഹദീസിൽ വന്നിട്ടുണ്ട്, മുനാഫിക്കുകളായ ആളുകൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാ? അത് ഫജ്റാണ്. അതേപോലെ തന്നെ ഇഷാ ആണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും പുതിയ അറിവുകളല്ല, ഇതറിയാത്ത ആളുകളല്ല എൻ്റെ മുൻപിലിരിക്കുന്ന ആളുകൾ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസികളായ ആളുകളെ നിരന്തരം ഓർമ്മപ്പെടുത്തണമെന്നാണ്. ആ ഓർമ്മപ്പെടുത്തുന്ന വിഷയത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയത അത് തൗഹീദും നമസ്കാരവും ഒക്കെയാകുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട നേട്ടം ഒന്ന്, സമാധാനവും സന്തോഷവും ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്കത് ലഭിക്കുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമ്മൾ കുറച്ച് സമയം പോയി നിന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പലതരത്തിലുള്ള മനുഷ്യരെ കാണാൻ പറ്റും. പലതരത്തിലുള്ള ആവലാദികളുമായി വരുന്ന ആളുകളെ കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആളുകളോട് പറയും, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, മെഡിക്കൽ കോളേജിലൊക്കെ പോകണം, അവിടെയുള്ള രോഗികളെയൊക്കെ കാണണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളെ കാണുന്ന ആളുകളാണ് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിക ഹലുഅ, തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണിത്. അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ്. അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടും, വല്ല നന്മയും അവന് കൈവന്നാൽ അത് തടഞ്ഞു വെക്കുന്നവനായിക്കൊണ്ടും. മനുഷ്യന്റെ സ്വഭാവം പറയാം, അക്ഷമനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് വല്ല തിന്മയും ബാധിച്ചാൽ അവന് ആ അക്ഷമ കൂടും, അവൻ പൊറുതികേട് കാണിക്കും. എന്നാൽ നന്മ കിട്ടിയാലോ ആരെയും അറിയിക്കില്ല, അത് സ്വകാര്യാക്കി വെക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാചകം എന്താ? ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ. നോക്കൂ നിങ്ങൾ, നമസ്കരിക്കുന്നവരായ ആളുകൾ അവർ പൊറുതികേട് കാണിക്കില്ല, അവർ നന്മയെ തടഞ്ഞു വെക്കുകയില്ല. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണത്. നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഗുണം എന്താണ്? അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള വഴി അവരുടെ മുന്നിലുണ്ടാകും. ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് അത് നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ നേരേതാ? ആയിഷമ്മ ചോദിക്കുന്നുണ്ട് നബിയോട്, നബിയെ, അള്ളാഹുവിന്റെ റസൂലെ, ഉഹദ് യുദ്ധത്തിന്റെ ദിവസമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ദിവസം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസം? അവൻ നബി പറയുന്നുണ്ട്, അല്ല, അതൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സങ്കടപ്പെട്ട വർഷമേതാ? ആമുൽ ഹുസൻ എന്നറിയപ്പെടുന്ന ദുഃഖത്തിന്റെ വർഷം. പ്രവാചകന്റെ സംരക്ഷകനായിരുന്ന അബൂ താലിബിന്റെ മരണം, അത് കഴിഞ്ഞ ഉടനെ ഖദീജ ഉമ്മയുടെ മരണം, പ്രവാചകന്റെ ഭാര്യയുടെ മരണം. 1 മാസക്കാലം പുണ്യപ്രവാചകന്റെ മുഖത്ത് പുഞ്ചിരി പോലും വന്നില്ല എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം സങ്കടമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ അള്ളാഹു നബിയോട് ദഅവത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്, പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ പ്രബോധനം നിർവഹിക്കുമ്പോൾ നബി അനുഭവിച്ച പീഡനങ്ങളുണ്ട്. സത്യസന്ധനായിരുന്ന നബിയെ സാഹിർ എന്ന് വിളിച്ച് പരിഹസിച്ചു, കള്ളനെന്ന് വിളിച്ചു, പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി, നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി, പ്രവാചകൻ സഞ്ചരിക്കുന്ന വഴികളിൽ ചതിക്കുഴികൾ ഒരുക്കി, പ്രവാചകന്റെ മുൻ പല്ലുപൊട്ടി, പ്രവാചകന്റെ മുട്ടിൻ കാലിൽ നിന്ന് രക്തമൊഴുകി. എന്തൊക്കെ പ്രതിസന്ധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. ആ പ്രതിസന്ധികളിൽ നിന്ന് നബിക്ക് സമാധാനത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പടച്ച തമ്പുരാൻ. വിശുദ്ധ ഖുർആനിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അല്ലാഹു പറയാണ്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. എന്തൊരു പ്രയോഗമാണത്! എന്താ അല്ലാഹു പറയുന്നത്? അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. നബിനോട് അല്ലാഹു പറയാ, നബിയെ, നിന്നെ പരിഹസിക്കുന്നത് കാരണം ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാണ്. നബിയെ എല്ലാ വിധത്തിലും ദ്രോഹിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ആ വേദന റബ്ബ് അറിയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ വാചകം എന്താ? അതുകൊണ്ട് എന്തു വേണം? ആ വേദന ഞാൻ അറിയുന്നുണ്ട്. ഫസബ്ബിഹ്, ആ വേദനയിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, വകും മിനസ് സാജിദീൻ. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്രകീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. നീ തസ്ബീഹ് ചെയ്യുക, നീ സുജൂദ് ചെയ്യുക. പ്രയാസങ്ങൾ നീങ്ങുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള വഴി എന്താ? സുജൂദാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. അതെവിടെയാണ്? അത് നമസ്കാരത്തിലാണ്, സുന്നത്ത് നമസ്കാരത്തിലാണ്, അതേപോലെ നിർബന്ധ നമസ്കാരത്തിലാണ്. ആ നമസ്കാരത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയെ ഉറുമ്പ് കടിച്ചാൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്താ ചെയ്യുക? ആ കുട്ടി തൻ്റെ ഉമ്മയെ അറിയിക്കാൻ വേണ്ടി കരയും, ഉറക്ക കരയും, അല്ലേ? സ്വാഭാവികമാണ്. അവൻ്റെ ഉപ്പയിലേക്ക് അല്ലെങ്കിൽ ഉമ്മയിലേക്ക് അവൻ ഓടിയെത്താൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിലേക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഓടിയെത്താനുള്ള വഴി എന്താണെന്നറിയോ? അത് നമസ്കാരമാണ്. നമസ്കാരത്തിലൂടെ നമുക്കതിന് സാധിക്കണം. റബ്ബുമായി സംസാരിക്കുന്ന, റബ്ബുമായി മുനാജാത്ത് നടത്തുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമുണ്ട്, നമ്മളൊക്കെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് റബ്ബുമായി സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, എൻ്റെ മനസ്സിൽ അള്ളാഹുമായി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ പോയി നമസ്കാരത്തിന് വേണ്ടി നിൽക്കും, നിസ്കരിക്കാൻ നിൽക്കും. കാരണം എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള സംസാരമാണ്, റബ്ബുമായിക്കൊണ്ടുള്ള മുനാജാത്താണ്. റബ്ബിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകും. അടുത്തൊരു വാചകമുണ്ട്, അള്ളാഹു എന്നോട് സംസാരിക്കണം, റബ്ബ് എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ഖുർആൻ എടുക്കും, ഞാൻ ഖുർആൻ എടുത്തിട്ട് ഓതും, ഖുർആൻ വായിക്കും. ഖുർആൻ എന്താ? അള്ളാഹു അവൻ്റെ അടിമയോട് സംസാരിക്കാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരത്തിലൂടെ നമ്മൾ നമ്മുടെ റബ്ബിനോട് സംസാരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് നമസ്കാരത്തെ അങ്ങനെ. നമസ്കാരമാകുന്ന ഇബാദത്ത് എത്രയോ കാലമായി നമ്മൾ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയം അതേതാ? സുജൂദിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബുമായി, നമ്മുടെ സൃഷ്ടാവുമായി നമ്മൾ ഏറ്റവും അടുക്കുന്ന സമയം നമസ്കാരത്തിലാണ്, വേറെ ഏതൊരു സമയത്തല്ല. അറഫ നോക്കൂ നിങ്ങൾ, എത്ര പ്രയാസം സഹിച്ച ഹജ്ജ് ചെയ്യുന്നത്, എത്ര ബുദ്ധിമുട്ടിയ ജംറയിൽ കല്ലെറിയുന്നത്, എത്ര ബുദ്ധിമുട്ടിയാണ് ആ യൗമു തർവിയയുടെ ദിവസം. അതേപോലെ തന്നെ ഹജ്ജുൽ അക്ബർ എന്ന് അറിയപ്പെടുന്ന ദുൽഹിജ്ജ 10 എന്നൊക്കെയുള്ള തവാഫിന് എന്തൊക്കെ പ്രയാസമുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അള്ളാഹുമായി ഏറ്റവും ഒരു അടിമ അടുക്കുന്ന സമയേത? അത് സുജൂദിലാണ്, അത് നമസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ആ നമസ്കാരത്തെ ആ പ്രാധാന്യത്തോടു കൂടെ കാണാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ പിന്നെ ത്വലാഖുമായി ബന്ധപ്പെട്ട ചർച്ച സൂറത്തുൽ ബഖറയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ത്വലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർപിരിയലാണ്, അല്ലെ? ഒരുമിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പിരിയാൻ ഇസ്ലാം എന്ത് ചെയ്തിരുന്നു? അനുവാദം നൽകിയിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും എടുത്ത് വായിച്ചു നോക്കണം. ത്വലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹ് പറഞ്ഞു, ഹഫീദു അല സ്വലാത്തി ഹഫീദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഒരു ബന്ധവുമില്ലാത്ത, അഥവാ ത്വലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരായത്ത് കൊടുന്നു വെച്ചു. എന്താ ആയത്ത്? ഹഫീദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ.
നിങ്ങൾ നമസ്കാരം എന്ത് ചെയ്യണം? അത് മുറുകെ പിടിക്കണം. ആ മധ്യമ നമസ്കാരം, അസർ നമസ്കാരം നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടണം. മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്. നോക്കൂ, നിങ്ങൾ ത്വലാഖിലൂടെ എന്താ സംഭവിക്കണത്? ത്വലാഖിലൂടെ ഒരു മനുഷ്യൻ സന്തോഷിക്കാണോ? അല്ല. ത്വലാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, സില എന്ന് പറയുന്ന ഒരു ബന്ധമാണല്ലോ. കുടുംബ ബന്ധം മുറിയുകയാണ്. ഒരു സില, ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ത്വലാഖ് സംഭവിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന, ഒരുമിച്ച് കഴിഞ്ഞിരുന്ന രണ്ടാളുകൾ രണ്ട് വഴിയിലേക്ക് മാറുകയാണ്. എത്ര വേദന ഉണ്ടാകും, എത്ര പ്രയാസം ഉണ്ടാകും. അവിടെ അല്ലാഹ് പറഞ്ഞു, ആ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി ആ പ്രയാസത്തിൻ്റെ ഇടയിലും ഒരു സിലയെ, ഒരു ബന്ധത്തെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നമസ്കാരം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആ നമസ്കാരം മുറുകെ പിടിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കാരമായിരുന്നു. നബിക്ക് തൻ്റെ ഭാര്യമാരെ ഇഷ്ടമായിരുന്നു. ഹുബ്ബിബ ഇലയ്യ അന്നിസാ, തൻ്റെ ഇണകളെ നബി ഇഷ്ടപ്പെട്ടു. നമ്മളും പഠിക്കണം അത്. ഭാര്യമാരോട്, ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ പറ്റണം. കല്യാണത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലാണ് സ്നേഹമുള്ളത്. ആ സ്നേഹം മരണം വരെ കൊണ്ടു നടക്കണം. ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷമ്മ പറയണില്ല, ഈ കിഴവി, ആ കിഴവിയെ കുറിച്ചാണ് ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. എന്തായിരിക്കും ആ സ്നേഹബന്ധം? ഖദീജ റളിയല്ലാഹു അൻഹയും നബിയും തമ്മിലുള്ള, അതാ പറഞ്ഞത്, ഹുബ്ബിബ ഇലയ്യ അന്നിസാ. നിസാ എന്ന് പറഞ്ഞാൽ നബിന്റെ ഭാര്യമാരാണ്. അതേപോലെ തന്നെ തീബ്, സുഗന്ധത്തെ നബിക്ക് ഇഷ്ടമായിരുന്നു. കൺകുളിർമ ലഭിക്കുന്ന നമസ്കാരത്തിലൂടെയാണ്. നബിക്ക് കൺകുളിർമ ലഭിച്ചത് നമസ്കാരത്തിലൂടെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംസാരിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, ഏതൊക്കെ സമയങ്ങളിലാണ് നമസ്കാരത്തിലൂടെ നമുക്ക് കൺകുളിർമ ലഭിച്ചത്? നമസ്കാരത്തിലൂടെ നമുക്ക് സന്തോഷിക്കാൻ സാധിച്ചത് ഏത് സമയത്താണ്? അരിഹ്ന യാ ബിലാൽ ബിസ്സലാ, നമസ്കാരത്തിലൂടെ ബിലാലെ നീ ഒന്ന് ബാങ്ക് കൊടുക്കൂ, നമസ്കാരത്തിലൂടെ നമ്മളൊന്ന് ആശ്വസിക്കട്ടെ, ഒന്ന് സമാധാനിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. നമുക്ക് കാണാൻ പറ്റും. പറ്റിയിട്ടുണ്ടോ നമുക്ക് ആർക്കെങ്കിലും നമസ്കാരത്തിലൂടെ സമാധാനിക്കാൻ, നമസ്കാരത്തിലൂടെ കൺകുളിർമ അനുഭവിക്കാൻ? നമ്മളിൽ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്? അത് പറ്റണം. അപ്പോഴാണ് നമസ്കാരത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച ആളുകളായിക്കൊണ്ട് നമ്മൾ മാറുന്നത്. നോക്കൂ, നിങ്ങൾ നമസ്കാരം കൊണ്ട് നേടിയെടുക്കേണ്ട മറ്റൊരു കാര്യം എന്താ? നമസ്കാരം തിന്മകളിൽ നിന്ന് നമ്മളെ തടയുമെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുമെന്നാണ്. അരുതെന്ന് പറയാൻ, തിന്മകളിലേക്ക് പോകുമ്പോൾ അരുതെന്ന് പറയുന്ന മനസ്സ് നമുക്കുണ്ടോ? അതുണ്ട് എങ്കിൽ നമസ്കാരമാണത് സമ്മാനിക്കുന്നത്. നമസ്കാരത്തിലൂടെ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ നമസ്കാരം തിന്മകളിൽ നിന്ന് നമ്മളെ തടയുന്നില്ല എങ്കിൽ എന്താ അവസ്ഥ? നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. നമസ്കാരം എന്ന് പറഞ്ഞാലേ നമ്മൾ വുളൂ ചെയ്ത് ശുദ്ധി വരുത്തി, അതും പ്രത്യേകമായ രീതിയിൽ വുളൂ ചെയ്ത് എന്ത് ചെയ്യാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാലും നിൽക്കുന്നത്. ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാവരും ഖിബിലയിലേക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കണത്. തീർന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിൻ്റെ മുകളിൽ നമ്മുടെ കൈകൾ ചേർത്ത് വെക്കുക, അല്ലേ? നെഞ്ചിൻ്റെ മുകളിൽ നമ്മുടെ കൈകൾ നമ്മൾ വെച്ചു, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാ നിസ്കാരം. ആ നിസ്കാരത്തിലെ പ്രാർത്ഥന എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണേ, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണേ. പടച്ചവനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്ത ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. റബ്ബേ, ആ നേരായ മാർഗം ഏതാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അഥവാ അനുഗ്രഹീതരായ നിന്റെ സ്വഹാബികളുടെ വഴിയിൽ, നബിമാരുടെ വഴിയിൽ, സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ വഴിയിൽ എന്നെ നീ ജീവിപ്പിക്കണം. അതാ പ്രാർത്ഥന. അടുത്ത വാചകം എന്താ? പടച്ചോനെ, വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത്. ഫിർഔനിന്റെ വഴി എനിക്ക് വേണ്ട, അതേപോലെ തന്നെ ഖാറൂനിന്റെ വഴി എനിക്ക് വേണ്ട, അബൂജഹലിന്റെ, ഉത്തുബത്തിന്റെ, ഷൈബത്തിന്റെ വഴി എനിക്ക് വേണ്ട, നിന്റെ ശാപത്തിന്, കോപത്തിന് വിധേയരായ യഹൂദികളുടെ, നസ്രാണികളുടെ വഴി എനിക്ക് വേണ്ട. അങ്ങനെയുള്ള വഴിയൊന്നും വേണ്ട. നേരായ വഴിയിലൂടെ എന്നെ നീ വഴി നടത്തണം. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് സലാം വീട്ടി പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആരുടെ വഴിയിലൂടെ സഞ്ചരിക്കണത്? നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത്? അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെ രണ്ടുപേരുടെയും വഴിയിലൂടെയാണോ, അതോ വഴിതെറ്റിയ ആളുകളുടെ മാർഗത്തിലൂടെയാണോ? നമ്മൾ ആലോചിക്കേണ്ടത്. നമസ്കാരം എന്ന് പറയുന്നത് മനസ്സിൽ തട്ടണം, അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളണം. തിന്മകളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടയണം. ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്തുൽ മുഅ്മിനൂൻ, അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. വിജയിച്ച ആളുകൾ ആരാ? അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകളാണ്.
നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നിസ്കാരത്തിൽ ഭക്തിയോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നൊരു രോഗി, ഇപ്പം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരിക എന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മൊബൈലൊക്കെ കയ്യിലെടുത്ത് നിങ്ങൾ എന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ മൊബൈലിലൊക്കെ നോക്കി കളിച്ച്, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുമായി കൊണ്ടുള്ള ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ പരിശോധന നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ പോയിക്കണത്, അള്ളാന്റെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ നമുക്ക് പറ്റണം. ഭക്തിയോടുകൂടെ നമസ്കരിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച മുൻഗാമികൾ പറഞ്ഞത്, ഭക്തിക്ക് നമസ്കാരത്തിൽ ആത്മാവിന്റെ സ്ഥാനമാണ്. ഭക്തിക്ക് നമസ്കാരത്തിൽ ആത്മാവിന്റെ സ്ഥാനമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ ശരീരം എന്ത് ചെയ്യും? മരിക്കും. ഭക്തിയില്ലാത്ത നിസ്കാരം അത് ചത്ത നമസ്കാരമാണ്, ഭക്തിയില്ലാത്ത നമസ്കാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എന്നെ നീ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, ഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ, ഭക്തിയുള്ള മനസ്സിന്റെ ഉടമയാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ തഖ്ശഅ. എന്തൊരു ദുആയാണത്! ഭക്തിയുള്ള തഖ്വയില്ലാത്ത മനസ്സിന്റെ ആളുകളിൽ നിന്ന് എന്നെ നീ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം, ഭക്തിയുള്ള ഹൃദയം നൽകണം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഉ. ആദ്യമായി ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഭക്തിയാണ്. ഭക്തി ഉയർന്നു പോകും. മനസ്സിലായില്ലേ? നമസ്കാരമാകുന്ന ഇബാദത്തിൽ ഭക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ നിസ്കരിക്കാൻ അതിനുള്ള ഏതാനും ചില വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ എന്താ വേണ്ടെന്നറിയാം? ഒന്ന്, അനിവാര്യമായിട്ടും നമുക്കുണ്ടാകേണ്ട കാര്യം അറിവ് നേടുക എന്നുള്ളതാണ്. നമസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അറിയണം. അറിഞ്ഞാലേ അള്ളാനെ പേടിക്കുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഭയപ്പെടുക. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമസ്കാരത്തിൻ്റെ അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ആദ്യം മുതൽ അവസാനം വരെ പഠിക്കണം. സഹോദരങ്ങളെ, നമ്മളോട് ചോദിക്കുക, എത്ര പുസ്തകം നമ്മൾ വായിച്ചു? നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ എത്ര സമയം നമ്മൾ മാറ്റിവെച്ചു? ഞാൻ മനസ്സിലാക്കുന്നത് മഹാഭൂരിപക്ഷം ആളുകളും പണ്ട് മദ്രസയിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ച ആ നിസ്കാരമായിട്ട് എപ്പോഴും ജീവിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? ആ പണ്ട് പഠിച്ച, അന്ന് നമ്മൾ പഠിച്ച അത്തഹിയാത്ത് ശരിയാണോ എന്ന് പോലും ഇന്ന് പലരും പരിശോധിച്ചിട്ടില്ല. അതിനൊന്ന് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറിവ് നേടണം. അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസൽ ഇൽമു ബികസറത്തി റിവായ. അറിവെന്ന് പറഞ്ഞാൽ അത് കുറേ റിവായത്തുകൾ ഹദീത്തുകളൊക്കെ പഠിക്കലല്ല. ഇന്നമൽ ഇൽമു ഖശിയത്തുല്ലാഹ്. അറിവെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് അള്ളാഹിനെ പേടിക്കലാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഒരു അറാബിയായ മനുഷ്യൻ, അതേപോലെ ഒരു അറാബിയത്തായ ഒരു കാട്ടറബിയായ സ്ത്രീ, ഒരു കാട്ടറബിയായ മനുഷ്യൻ. ആ അറാബിയത്തായ സ്ത്രീയെ ആഗ്രഹിച്ചു ആ മനുഷ്യൻ. അവളുമായി ശരീരം പങ്കുവെക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ അയാൾക്ക് അവസരമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം അയാൾക്ക് ഒരു അവസരം ലഭിക്കുകയാണ്. ഒരു വിജനതയിൽ ആ സ്ത്രീയും അയാളും ഒറ്റപ്പെട്ടു. അപ്പം അയാൾ തൻ്റെ ആഗ്രഹം ആ സ്ത്രീയോട് പറഞ്ഞു, ആ പെണ്ണിനോട് പറഞ്ഞു, ഇതാ ഇവിടെ നമ്മൾ മാത്രമാണുള്ളത്, ആരും നമ്മളെ കാണാനില്ല, ആകാശത്തെ നക്ഷത്രങ്ങൾ ഒഴികെ മറ്റാരും നമ്മളെ കാണാനില്ല, അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് നീ എന്ത് ചെയ്യണം? വഴങ്ങിത്തരണം. ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നമ്മളെ കാണാൻ ആരുമില്ല എന്ന്, ഈ വിജനതയിൽ ആരും നമ്മളെ കാണൽ ശരിയാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മളെ നോക്കി നിൽക്കുന്നത്. ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫൈന മുഖൗകിബുഹ. ആ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സംരക്ഷകനുണ്ടല്ലോ, ആ നക്ഷത്രങ്ങളുടെ സൃഷ്ടാവുണ്ടല്ലോ, അവന്റെ കണ്ണിനെ മറച്ചു വെക്കാൻ, അവന്റെ കണ്ണിനെ കെട്ടിവെക്കാൻ നിനക്ക് പറ്റുമോ? നിനക്ക് കഴിയുമോ? അവൻ അറിയാതെ, ആ റബ്ബറിയാതെ എന്തെങ്കിലും ചെയ്യാം. അതൊരു ഇൽമാണ്, അതൊരു അറിവാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? അറിവ് നേടണം. പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മദീനത്തെ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കും പലപ്പോഴും പറഞ്ഞൊരു ഉദാഹരണ, മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ അവിടെ കുറേ ആളുകൾ കൂടിയിരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ചെന്നു. അപ്പോൾ അങ്ങാടിയിൽ കുറേ മനുഷ്യന്മാരുണ്ട്, അവർ കച്ചവടത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അല്ല അങ്ങാടിക്കാരായ മനുഷ്യന്മാരെ, നിങ്ങൾ കേട്ടില്ലേ മദീനത്തെ പള്ളിയിൽ നബിയുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നുണ്ട്,
നിങ്ങളെന്താ അത് വാങ്ങാൻ പോകാത്തത്? നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? കേട്ട മാത്രയിൽ കടക്കടച്ച് അവർ വേഗം മദീനത്തെ പള്ളി കൂടിയെന്നാ. മദീനത്തെ പള്ളിയിലേക്ക് അവർ ചെന്നു. അവരവിടെ ചെന്നപ്പോൾ അവരൊന്നും കണ്ടില്ല. അവർ തിരിച്ചു പോന്നു. വീണ്ടും കടയൊക്കെ തുറന്നു. അബൂ ഹുറൈറയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അബൂ ഹുറൈറ, ഞങ്ങൾ ചെന്നപ്പോത്തിന് അനന്തര സ്വത്തൊക്കെ വീതം വെച്ചിട്ടുണ്ട്, അവിടെ ഒന്നും കണ്ടില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടത്? അവർ പറഞ്ഞു, ഞങ്ങൾ ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, മസ്ജിദുൻ നബവിയിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഖുർആൻ ഓതുന്നുണ്ട്, വേറെ കുറേ ആൾക്കാർ ഹലാലിനെ കുറിച്ച് ഹറാമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വേറെ കുറച്ച് ആൾക്കാർ ദിക്റൊക്കെ ചൊല്ലിയിരിക്കുന്നു, നിസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതേ കണ്ടിട്ടുള്ളൂ, അവിടെ അനന്തര സ്വത്തൊന്നും വീതം വെക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമുണ്ട്, വൈഹക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അതാകുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനന്തര സ്വത്ത്, അഥവാ നബിയുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ്. ആ വിജ്ഞാനം നേടിയെടുക്കാതെ സ്വീകരിക്കാതെ തിരിച്ചു പോകുന്ന നിങ്ങൾക്ക് നാശമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ടത് പഠിക്കാൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ തിരക്കുള്ള സമയത്തിനിടയിലും ഇതൊരു എൽമിന്റെ സദസ്സാണ്, ഇങ്ങോട്ട് വന്നയാളുകളാണ്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം, കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ആരെന്നറിയോ? അദ്ദേഹം അന്തലുസിൽ നിന്ന് പിന്നെ ബാഗ്ദാദിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യാണ്. അന്തലുസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് അദ്ദേഹം വരികയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ, ദീന് പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങ് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം ബാഗ്ദാദിലെത്തി. ആ സമയത്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ പെർമിഷൻ ഇല്ലാത്ത, അഥവാ വീട്ടുതടങ്കലിൽ കഴിയുന്ന നേരാണ്. വീട്ടുതടങ്കലിലാണ്, ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇദ്ദേഹം വന്ന് പഠിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇമാം അഹ്മദിന്റെ ക്ലാസ്സിൽ ദർസൊക്കെ ബ്ലോക്കാണ്. അപ്പം ബഖീ ഇബ്നു മഖ്ലദ് ഒരു യാചകന്റെ വേഷം സ്വീകരിച്ചു. അവർ യാചകന്റെ വേഷം സ്വീകരിച്ചിട്ട് ഇമാം അഹ്മദിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നൊരു വാതിൽ മുട്ടി. അദ്ദേഹം വന്നു. യാചകൻ വന്നപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പിന്നെ വീട്ടിലേക്ക് പോയപ്പോൾ ഷെയ്ഖിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബഖീ ഇബ്നു മഖ്ലദാണ്, ഞാൻ വരുന്നത് അന്തലുസിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോഴറിയുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, വീട്ടു തടങ്കലിലാണെന്ന്. ഞാൻ എന്നും നിങ്ങളുടെ അടുക്കലേക്ക് വരും ഈ യാചകന്റെ കുപ്പായം ഇട്ടിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 ഹദീത്ത് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് പഠിക്കാതെ തിരിച്ചു പോകാൻ പറ്റൂല. സഹോദരങ്ങളെ ചരിത്രം പറഞ്ഞെന്തറിയോ? ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി 300ഓളം ഹദീത്തുകൾ പഠിച്ചത് യാചകന്റെ കുപ്പായട്ട, യാചകന്റെ വേഷം ധരിച്ചിട്ടാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിലക്ക് നീങ്ങി, ദർസ് തുടങ്ങി, സദസ്സ് തുടങ്ങി. ആ സദസ്സിലേക്ക് ശരിയായ വേഷം ധരിച്ച് ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി കടന്നു വരുന്ന രംഗം ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ആവേശം കൊള്ളും. ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ദൂരെ നിന്നിങ്ങനെ ആ സദസ്സിലേക്ക് വരുമ്പോൾ ഇമാം അഹ്മദ് തൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ത്വാലിബുൽ ഇൽമി എന്ന് വിളിക്കാൻ അർഹതയുണ്ട് എങ്കിൽ ആ വരുന്ന ബഖീനെയാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണ് അവരൊക്കെ ദീന് പഠിച്ചത്, അവർ ദീന് മനസ്സിലാക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിക്കാൻ എന്താ നമ്മൾ ചെയ്യണമെന്ന്. പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമ്മുടെ സാദിഖ് മദീനി ഹഫിളഹുല്ലാ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഉസ്താദിന്റെ സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന പിന്നെ പുസ്തകത്തെ മുന്നിൽ വെച്ച് 250ഓളം ക്ലാസ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയിൽ ഒരു സുബഹി നമസ്കാരത്തിന്റെ ശേഷം അദ്ദേഹം എടുത്ത ക്ലാസ്സാണ്. ആ ഗ്രന്ഥം എഴുതിയ ആളാരറിയോ? ബഹുമാന്യനായ ഫദീലത്തു ഷെയ്ഖ് സഅദ് വഹബ് അൽ ഖഹ്താനി റഹിമഹുല്ലാ. അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിലാണ് മരണപ്പെട്ടു പോയത്. ഇമാം നവവിക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഗ്രന്ഥങ്ങളെ ചിട്ടയോടുകൂടെ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് മഹാനായ സഅദ് ബിൻ വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സ്വലാത്തുൽ മുഅ്മിൻ. മലയാളത്തിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വലിയ 2 പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. നമ്മൾ വായിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. അപ്പം നമസ്കാരത്തിൽ ഭക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിസ്കാരത്തെക്കുറിച്ച് അറിയണം. നിസ്കാരത്തിൽ എത്ര സുന്നത്തുകളുണ്ട്, നിസ്കാരത്തിൻ്റെ റുക്നുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു പേപ്പർ തന്നിട്ട് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ എഴുതാൻ പറഞ്ഞാൽ, നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ എഴുതാൻ പറഞ്ഞാൽ, നമസ്കാരം സ്വീകാര്യമാകണമെങ്കിലുള്ള റുക്നുകളുണ്ട്, നമസ്കാരം ശരിയാകണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്. ഇതൊക്കെ എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അറിവ് നേടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ പറ്റുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താ അറിയോ? നമ്മുടെ ഭക്തിക്കനുസരിച്ചാണ് നമസ്കാരത്തിന് കൂലി കിട്ടുക. ഭക്തിക്കനുസരിച്ചാണ് കൂലി കിട്ടുക. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ നമസ്കരിക്കുകയാണ്, അയാൾക്ക് എന്ത് കൂലി കിട്ടും? ചിലപ്പോൾ 9 ആകും, 8 ആകും, 7 ആകും, 6 ആകും, 5 ആകും. ഇങ്ങനെയാണ് എൻ്റെ ദറജ. അങ്ങനെയാണ്
ഓരോ നമസ്കാരക്കാരന് 10-1, 10-2 അങ്ങനെ കൂലി കിട്ടുക. നമുക്കൊക്കെ ഇത്രയും കാലം കിട്ടിയിട്ടുണ്ടാകുക? നമ്മൾ ഇത്രയും കാലത്ത് നമസ്കാരത്തൊക്കെ മുന്നിൽ വെച്ചിട്ട് എത്ര പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഭക്തിക്കനുസരിച്ചാണ് പ്രതിഫലം. അതുകൊണ്ട് എന്ത് വേണം? ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ചിന്ത കൊണ്ടുവരിക. നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ആദ്യം പഠിക്കുക. ആ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പം യഹ്സാൻ അല്ലേ, യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്സാനെ കുറിച്ച് പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം എന്നാണ്. അള്ളാഹു മുന്നിലുള്ളത് പോലെ ആരാധിക്കണം. നിസ്കാരം അങ്ങനെ നിർവഹിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. റബ്ബുമായി കൊണ്ടുള്ള മുനാജാത്താണ് നമസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ഉമർ മൗലിയെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം വസ്ത്രം ഉണ്ടായിരുന്നു എന്നാ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നമ്മളൊക്കെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അതേ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ മാറേണ്ടതുണ്ട്. നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ പ്രത്യേകം ഒരുങ്ങണം. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ്. ഇപ്പം നമ്മൾ സുബൈക്ക് പള്ളിയിൽ പോകുന്ന പല ആളുകളുടെ രൂപം നമ്മളൊരുത്തർ പോകുന്ന ആൾക്കാർ നമ്മൾ ആലോചിച്ചാൽ മതി. അതേ കോലത്തിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുമോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബന്ധപ്പെടുന്ന ജോലി ചെയ്യുന്ന മേഖലയിലേക്ക് നമ്മൾ ചെല്ലുമോ? ആ കള്ളി തുണിയൊക്കെ എടുത്തിട്ട് ആ ടീഷർട്ടൊക്കെ നമ്മൾ പോകുമോ? ഇല്ല, നമ്മൾ പോകില്ല. എന്നാൽ നിസ്കാരത്തിന് അതൊന്നും പ്രശ്നമല്ല. നിസ്കാരത്തിൽ ശരിക്കും ശുദ്ധിയുള്ള വസ്ത്രം മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഒരു പ്ലാൻ നമുക്കുണ്ടാകണം. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാകണം. അതിനെന്ത് വേണം? റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കാൻ പറ്റണം. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ്, ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരം എന്ന് വിചാരിക്കുക. പറയാൻ പറ്റില്ല സഹോദരങ്ങളെ, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എത്ര നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നു. അല്ല, പിന്നെ നമ്മൾ ഇഷാ നമസ്കരിച്ചു, സുബഹി നമസ്കരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ? ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. സുബഹി നമസ്കരിക്കാൻ റബ്ബ് നമുക്ക് ജീവിതം ബാക്കി തരുമെന്ന് എന്ത് ഉറപ്പുള്ളത്? ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും ഇതിൻ്റെ അവസാനത്തെ നിസ്കാര പണ്ഡിതന്മാര് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാനുള്ള വഴികൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ എണ്ണി പറഞ്ഞ കാര്യമാണ് അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോഴേ ആത്മാർത്ഥം ഉണ്ടാവും നമുക്ക്. മനസ്സിലായോ? ജീവിതം അവസാനിക്കാൻ വേണ്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ സൗദി അറേബ്യയിലായിരുന്നു കുറേ കാലം. സൗദി അറേബ്യയിൽ ജയിലിൽ പോകാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. കുറ്റവാളിയായിട്ടല്ല, അവിടുത്തെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വധശിക്ഷക്ക് വിധിച്ച മലയാളികളായ ആളുകളുണ്ട്. അവരുമായിക്കൊണ്ടൊക്കെ സംസാരിക്കും. അപ്പം എല്ലാ ചൊവ്വാഴ്ചയാണ് ഞാൻ അവരെ കാണാൻ വേണ്ടി പോകുക. ഓരോ ചൊവ്വാഴ്ച പോകുമ്പോഴും അങ്ങനെയുള്ള പ്രത്യേകം ചില ആളുകളുണ്ട്. ഞാനവരുടെ പേര് പറയല്ല. ആ ആളുകളെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അടുത്ത ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ അവരുണ്ടാവില്ല. അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോ രാത്രിയും ഉറങ്ങുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതിലൊരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് സഹിക്കാൻ പറ്റണില്ല. അയാൾക്ക് വധശിക്ഷ വിധിച്ചാണ്, വേറെ ആളെ കൊന്നു, വധശിക്ഷ വിധിച്ചതാണ്. ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് വേഗം കൊന്നു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരിക്കൽ പറയുന്നുണ്ട്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ് മരണത്തെ മുന്നിൽ കാണുന്ന രംഗമെന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം അത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലുള്ള അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടെ നമ്മൾ നമസ്കരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും? നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകും. പിന്നുള്ളൊരു പ്രശ്നം എന്താ അറിയോ? നമ്മളെ നമസ്കാരത്തിന് നമ്മൾ തക്ബീറിന് കിട്ടിയ എല്ലാം നമുക്ക് ഓർമ്മ വരും. എല്ലാം ഓർമ്മ വരും. എല്ലാ ചിന്തകളും ഒരുമിച്ച് ചേരുന്ന സമയത നിസ്കാരമാണ്. നിസ്കാരത്തിൽ എല്ലാം മറന്നുപോയതും വെച്ചതൊക്കെ ഓർമ്മ വരുന്ന നിസ്കാരത്തിലാണ്. എന്നാൽ സഹോദരങ്ങളെ, സഹോദരികളെ, നമസ്കാരത്തിൽ മറ്റുള്ള ചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കാൻ പറ്റണം. മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ നേരത്തെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ കുട്ടികൾ ഖുർആൻ ഒന്ന് കേട്ടു. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്ക് കൂടുതൽ പഠിക്കാനും അതേപോലെ തന്നെ ആ ഖിറാഅത്തൊക്കെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വളരെ സുന്ദരമായ ഓത്താണ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുട്ടികൾ ഓത്ത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, എനിക്ക് ഉറപ്പുണ്ട് ഈ സദസ്സിലെ ഒരാൾ പോലും അശ്രദ്ധരായിട്ടുണ്ടാവില്ല, ഒരാളും ഗഫ്ലത്തിൽ ഇരുന്നിട്ടുണ്ടാവില്ല. ആ കുട്ടികളുടെ ഓത്തും അവരുടെ സംസാരം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉറപ്പാണ്, നമ്മളങ്ങനെ ശ്രദ്ധിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിച്ച നടക്കുന്നതാണ്. നമുക്കൊരാളൊരു അപ്പോയിൻമെൻറ്റ് തന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നു അല്ലേ? പ്രധാനമന്ത്രി നമ്മളോട് പറയും, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞാലേ എത്രമാത്രം ശ്രദ്ധയോടുകൂടെയാണ് എല്ലാ ചിന്തകളോടും. നമ്മളെ ഫോൺ നമ്മൾ മാറ്റിവെക്കും, നല്ല വേഷം ധരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ നിൽക്കും അല്ലേ? വേറെ എന്തെങ്കിലും ആലോചിക്കും നമ്മളപ്പോൾ? വേറെ എന്തെങ്കിലും ചിന്തിക്കോ? എന്താ നമസ്കാരത്തിൽ നമുക്കതിന് പറ്റാത്തത്? അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണമെങ്കിൽ മറ്റുള്ള ചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആ ചിന്തകളെ ഒഴിവാക്കി നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാകണം. മറ്റൊരു വഴി എന്ന് പറഞ്ഞത് നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ നമസ്കാര സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്.
എവിടുന്ന് നിസ്കരിക്കൽ? വീട്ടിൽ വലിയ TV ഉണ്ടാവും, അതിന് മുമ്പിൽ മുസലായിട്ട് നിസ്കരിക്കരുത്. അവിടെ അങ്ങനെ വാർത്ത അല്ലെങ്കിൽ അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ നിസ്കരിക്കുക. കളി അടക്കണം, വേൾഡ് കപ്പോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കും, അത് പിന്നെ ശബ്ദം കുറച്ചിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. അത് നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനിയുടെ ഒരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരു പിന്നെ ഒരു വിരി ഉണ്ടായിരുന്നു, ചിത്രങ്ങളുള്ള. നബി പറഞ്ഞ വാചകം എന്താ? അത് ഒഴിവാക്കണം. അമീത്തി അന്ന കിറാമകി ഹാദ, അത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ വിരി എൻ്റെ മുന്നിൽ നിന്നും മാറ്റുക. അതിലെ ചിത്രപ്പണികൾ എൻ്റെ നമസ്കാരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അശ്രദ്ധയുണ്ടാക്കുന്നുണ്ട്, ഗഫ്ലത്തിലാക്കുന്നുണ്ട്. അപ്പൊ ഗഫ്ലത്തിലാക്കുന്ന, നമസ്കാരത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. മനസ്സിലായില്ലേ? അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 9ാമത്തെ ഒരു കാര്യം, വുദു പൂർണ്ണമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വുദു പൂർണ്ണമായിട്ട് എടുക്കണം. വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയാണ്. പക്ഷേ ആ പൂർണ്ണമായ രീതിയിൽ നമ്മൾ വുദു എടുക്കുകയാണ് എങ്കിൽ ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ ഫയുഹ്സിനു വുദുഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ. ഒരാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രീതിയിൽ വുദു ചെയ്തു. അതേപോലെ നമസ്കാരത്തിൽ ഭക്തിയോടുകൂടെ നിസ്കരിച്ച് റുക്കു ഒക്കെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ്. അപ്പോൾ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ ഖുശൂഓടുകൂടെ ഭക്തിയോടുകൂടെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇതിന് എന്ത് വേണം? ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വുദു എടുക്കുക. 10ാമത്തെ ഒരു പോയിന്റ്, നിസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ചൊല്ലുന്ന എല്ലാത്തിൻ്റെ അർത്ഥം അറിയുക എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെ അർത്ഥം നമുക്കറിയണം. അപ്പം ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതിലെ വജ്ബുർനി എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരും പറയണം, നിങ്ങൾ മനസ്സിലോട് പറഞ്ഞാൽ മതി. വജ്ബുർനി എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. അറിയാത്ത ആൾക്കാർ ആലോചിച്ചാൽ മതി നമ്മളെ അവസ്ഥ എന്താന്ന്. ചെറിയൊരു ഉദാഹരണമാണ്. അതേപോലെ നമസ്കാരത്തിൻ്റെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. പ്രാരംഭ പ്രാർത്ഥനകൾ എത്ര ഉണ്ട്? റുക്കൂഇലും സുജൂദിലും എത്രയെത്ര പ്രാർത്ഥനകളുണ്ട്. അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നത് നമ്മളിങ്ങനെ എന്താ പറയുക, മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്. അതേപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന വിഷയമാണ് സുജൂദിലെയും റുക്കൂയിലൊക്കെ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥനകളൊക്കെ. ചില ആൾക്കാർ പറയും സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് അവിടെ പോയാൽ പിന്നെ എന്താ പറയുക, ഈ വജ്ജഹത്ത് ചെല്ലാൻ നേരം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട്. അത് നമ്മളെ അറിവില്ലായ്മയാണ്. നമുക്കറിയാത്തോ നമ്മൾ വജ്ജഹത്ത് വജ്ഹിയലില്ലദി ഫത്തറ സമാവാതി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേന് ഒരു ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതൊരു പ്രാരംഭ പ്രാർത്ഥനയാണ്. അവരിൽ പല ആളുകൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണത്. ചെറിയ വാചകമാണ്. ഇങ്ങനെ ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മറ്റുള്ള ദുആകളുണ്ട്. ഇതൊക്കെ പഠിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സന്നദ്ധരാവുക. ഇനിയും പണ്ഡിതന്മാർ ഒരുപാട് വഴികൾ വിശദീകരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 10 മാർഗങ്ങൾ, നമസ്കാരത്തിൽ ഭക്തി ലഭിക്കാനുള്ള 10 വഴികൾ ഞാൻ എണ്ണി പറഞ്ഞു. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, നമസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ അറിയുക എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ മഹത്വം അറിയുക. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മേത അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ. സഹോദരങ്ങളെ, ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? നിസ്കരിക്കണം എന്നുള്ളതായിരിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകണം. ഒരു സഹോദരനെ കുറിച്ച്, ഒരു സുഹൃത്തിനെ കുറിച്ച് നമ്മൾ സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരാളെ കുറിച്ച് പറയും, ബാങ്ക് കേട്ടാൽ പിന്നെ അവൻ അവിടെ ഇരിക്കൂല എന്ന് പറയും. ബാങ്ക് കേട്ടവൻ എഴുന്നേറ്റ് പോകും. എന്ത് തിരക്കുള്ള മീറ്റിംഗ് ആണെങ്കിലും ജമാഅത്ത് കളഞ്ഞിട്ടുള്ളൊരു മീറ്റിങ്ങിനൊന്നും ഇരിക്കൂല. ഞാൻ മനസ്സിലാക്കണം, ഇന്നും അയാൾ അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതൊരു തൗഫീഖാണ്, റബ്ബിൻ്റെ തൗഫീഖാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകാൻ മനസ്സ് ലഭിക്കുന്ന, തൗഫീഖ് ലഭിക്കുന്ന ആളുകളിൽ എന്നെ നീ, ഇതൊക്കെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയൊക്കെ നിർവഹിക്കാനുള്ളതാണ്. ഇതൊരു പ്രത്യേക ലഫ്ദുകളുടെ പ്രാർത്ഥനയല്ല, മറിച്ച് ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ മഹത്വം ചെയ്യണം, നമ്മൾ അറിയണം. പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ് അല്ലേ? അതിൽ വിജയിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല അവസരം എന്താ? നമസ്കാരമാണ്. എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളെല്ലാം നമസ്കാരത്തിലൂടെ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് കാണാൻ പറ്റും. ഒരു പുഴയിൽ നിന്ന് 5 നേരം കുളിക്കുന്ന മനുഷ്യനെയല്ല ഉപമിച്ചത്. അയാളുടെ ശരീരത്തിൽ എന്തഴുക്കുണ്ടാകുക, അയാളുടെ ശരീരത്തിലുണ്ടാകുക. അതേപോലെയായിരിക്കും എന്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ.
നോക്കൂ നിങ്ങൾ, എത്ര വലിയ തൗഫീഖാണ്, എത്ര വലിയ ഭാഗ്യമാണത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ നമസ്കാരം കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുക. നമുക്കറിയോ, ഒരു ദിവസം 5 നേരം പള്ളിയിൽ പോകുന്ന മനുഷ്യന് അയാൾക്ക് 7 ഹജ്ജ് ചെയ്ത പ്രതിഫലം വാങ്ങാൻ പറ്റും. 7 ഹജ്ജ് ചെയ്ത പ്രതിഫലം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഹജ്ജ് ചെയ്യണമെങ്കിലുള്ള അധ്വാനം എത്രയാണ്? 5 നേരത്തെ പള്ളിയിൽ പോയാൽ 5 ഹജ്ജ് ചെയ്ത കൂലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹറം. നിർബന്ധ നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് വുളു ചെയ്ത് ശുദ്ധി വരുത്തി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാലേ അവന് ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടെന്നാ. എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ ഒഴിവാക്കുന്നത്? ഇനി ഞാൻ പറഞ്ഞല്ലോ 7 ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ. സുബഹിന്റെ സമയത്ത് 2 ഹജ്ജ് വേറെ ഉണ്ട്. സുബഹിന്റെ സമയത്ത് ഒരാൾ പള്ളിയിലേക്ക് പോകുകയാണ്, നിസ്കരിക്കാൻ പോയാൽ ഒരു ഹജ്ജിന്റെ കൂലി. 2, ആ സമയത്ത് ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരാൾ പോയാൽ അയാൾക്ക് അവിടെ അതിനൊരു ഹജ്ജിന്റെ കൂലി ഉണ്ട്. മനസ്സിലായി? പിന്നെ ഇഷ്റാഖിൻ്റെ സമയം വരെ പള്ളിയിൽ ഇരിക്കുക. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങളുടെ അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ മഹാഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇഷ്റാഖിൻ്റെ സമയം വരെ ഇരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചു പോന്നാൽ അയാൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഹദീത്ത്, അത് മഹാഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ഉലമാക്കളും അവരുടെ കിതാബുകളിൽ അത് കൊണ്ടുവരുന്നുണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ ഷെഖ് സുലൈമാൻ റുഹൈലിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ 7 ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞ് അവർ ട്വീറ്റ് ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നോക്കി നിങ്ങൾ, ഒരു ദിവസം 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? ഹജ്ജ് ചെയ്ത കൂലി. ഇതാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. അതേപോലെ തന്നെ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളിൽ നമ്മളില്ല എന്നെന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉറപ്പുവരുത്തുക. പുരുഷന്മാർ നിർബന്ധമായും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക, നിർബന്ധമായിട്ട് പങ്കെടുക്കുക. ഉദുറുണ്ടോ അള്ളാഹിനോട് ബോധിപ്പിച്ചാൽ മതി. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, സ്ത്രീകൾക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാം, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ പോയാൽ കൂലി കിട്ടും. സ്ത്രീകൾക്ക് പള്ളി എന്തല്ല, നിഷിദ്ധമെന്നല്ല, ഹറാമൊന്നല്ല. നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറഞ്ഞു 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല. നഅൂദുബില്ലാ, ലോകത്തൊരിടത്തും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല. ആദ്യമായി പള്ളിയിൽ പോയത് കേരളത്തിലാണ്, അതിന് ഒതായിലാണെന്നാണ്. എന്ത് കളവാണ് ഈ പറയുന്നത് ആൾക്കാർ. നമ്മുടെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അജ്ർ, പ്രതിഫലത്തെ തടയാണ്. ആയിഷമ്മ പള്ളിയിൽ പോയിട്ടില്ലേ? ഉമർലാന് കുത്തേറ്റ് മരിക്കുമ്പോൾ അവിടെ ഉമർലാന്റെ ഭാര്യയല്ലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. നമ്മുടെ ഭാര്യമാരെ സുബൈക്ക് നമ്മൾ പള്ളിയിൽ കൊണ്ട് പള്ളിയിലെ ഇമാമിനോട് അനുവാദം ചോദിച്ചേക്ക് ആ ഭാഗം തുറക്കണം. അവർക്കും ഹജ്ജ് ചെയ്ത കൂലി കിട്ടും, അവർക്കും പ്രതിഫലം കിട്ടും. മനസ്സിലായില്ലേ? 5 വക്തിനും പള്ളിയിൽ പോകുന്ന ജമാഅത്തിന് പോകുന്ന സ്ത്രീകളുണ്ട്. നിർബന്ധമല്ല കേട്ടോ, സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, ജായിസാണ്. അവർക്ക് പള്ളിയിൽ പോയാൽ കൂലി കിട്ടും. നബിയുടെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട്, സ്വഹാബ വനിതകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതൊരു ശീലമാക്കണം. പുരുഷന്മാരെന്തായാലും എന്ത് ചെയ്യണം, പള്ളിയിൽ നിർബന്ധമായും പള്ളിയിൽ പോയി നിസ്കരിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളെയൊക്കെ മാറ്റിവെക്കാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട്. ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിച്ചാൽ മൻ സ്വല്ല അസ്സുബഹ് ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ 2 ആൾക്കാരിങ്ങനെ ഒരു ബോഡി ഗാർഡായിട്ട് നമ്മൾ കൊണ്ടെടുക്കണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ധൈര്യം ഉണ്ടാവില്ലേ, കുറച്ചൊരു ധൈര്യം ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മളെ ക്രിക്കറ്റ് താരങ്ങളും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇങ്ങനെ നടക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ കൂടെ കുറേ ആൾക്കാരൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കുക, അല്ല പറയാം, നിങ്ങൾ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാലേ എൻ്റെ സംരക്ഷണത്തിലാണ്, അള്ളാൻ്റെ സംരക്ഷണത്തിലാണ്. അതിനേക്കാൾ വലുത് എന്താ വേണ്ടത്? അതിനേക്കാൾ വലുത് എന്താ നമുക്ക് നേടാനുള്ളത്? അതുകൊണ്ട് തന്നെ ആ നമസ്കാരം എന്ത് ചെയ്യണം, ജമാഅത്തായി കൊണ്ട് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സുബൈ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. സുബൈ നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. മലക്കുകൾ സാക്ഷി നിൽക്കുന്ന നമസ്കാരമാണ്. അതേപോലെ തന്നെ പിശാചുകളുടെ കെട്ടുകൾ പൊട്ടിച്ച് ഓടാൻ പറ്റുന്ന സമയമാണ് എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. വലിയ വിശാലമായ വിഷയമാണ്. ഞാൻ എൻ്റെ സംസാരോട് അവസാനിപ്പിക്കുകയാണ്. ഇതെത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, നമസ്കാരം ആനന്ദകരമാക്കാൻ, ആസ്വാദ്യകരമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമസ്കാരത്തിലൂടെയാണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.